നമസ്കാരം. ചരിത്രം രചിച്ച ഒരു തിരിച്ചുവരവിന് കേരളം സാക്ഷിയാകുന്നു. പൾസർ സുനി, വിജീഷ്, മാർട്ടിൻ, പ്രദീപ്, വടിവാൾ സലീം, മണികണ്ഠൻ എന്നിങ്ങനെ പോലീസ് കണ്ടെത്തിയ ആൺപേരുകാരെയും കാണാമറയത്ത് അണിയറക്കാരായി ഏതെങ്കിലുമൊക്കെ തെമ്മാടികൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയും അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടിയിട്ട് ആ നടി തിരിച്ചു വന്നിരിക്കുന്നു. സ്വപ്നങ്ങളും പ്രത്യാശയും കരുത്തും ചോർത്തുമായിരുന്ന ആക്രമണത്തിനിരയായതിൻ്റെ 9-ാം ദിവസം തൊഴിലിടത്തിലേക്ക് തിരിച്ചു വന്ന ആ നടിയുടെ ഇച്ഛാശക്തി സമാനതകളില്ലാത്തതാണ്. മലയാളത്തിന് ഒരു നടിയെ തിരിച്ചു കിട്ടിയെന്നതല്ല ഈ ദിവസത്തിൻ്റെ വിശേഷം. ഒരു സ്ത്രീ എങ്ങനെ കരുത്തയാകണമെന്ന് ജീവിതം കൊണ്ട് കാട്ടിത്തരാൻ ഒരു നടിയുണ്ടായി എന്നതാണ്. ആക്രമിക്കപ്പെട്ടത് ആരാണെന്ന് അറിയാത്തവർ ആരുമില്ലെന്ന അവസ്ഥയുണ്ടാകുമ്പോഴും അപമാനിതയായി എന്ന് കരുതാൻ ഒന്നുമില്ലെന്ന് ഒരു പ്രമുഖ നടി പറയുമ്പോൾ പ്രത്യാശിക്കാൻ പലതും കിട്ടുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മളായും നമുക്കിടയിലും ഇവിടെയുണ്ട്. ഒരു തിരിച്ചറിവും ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. ഞാനൊന്ന് അറിഞ്ഞു വിളയാടിയാൽ നീയൊക്കെ 10 മാസം കഴിഞ്ഞ് ഫ്രീ ആകൂ എന്ന് വീമ്പിളക്കി കയ്യടി നേടാൻ ഇനി പൃഥ്വിരാജില്ല. സ്ത്രീവിരുദ്ധ സിനിമകളുടെ ഭാഗമായതിന് മാപ്പ് പറഞ്ഞ് ഇനി അത്തരം സിനിമകളിലേക്കില്ലെന്ന് ഉറപ്പിച്ച പൃഥ്വിരാജ്. പക്ഷേ ആ നടിയുടെ കരുത്തു ചോർത്തുന്നതാണോ കേസിൽ ഇനി കണ്ടെത്താനൊന്നുമില്ലെന്നുള്ള സർക്കാർ നിലപാട് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പൾസർ സുനിക്കപ്പുറം ആരുമില്ലെന്ന നിലപാട് അന്വേഷണം തീരും മുമ്പ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിക്ക് ആരെ രക്ഷിക്കാനാണ് വ്യഗ്രത? 6 ചോദ്യങ്ങൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നു. നടിയുടെ തിരിച്ചുവരവ് മലയാളിക്ക് തിരിച്ചറിവാകുമോ? അപമാനിതരായത് അക്രമികളാണെന്ന് ഉറപ്പിച്ച നടിയുടെ ധീരത ആക്രമിക്കപ്പെടുന്നവർക്ക് കരുത്താകുമോ? നടി കാണിച്ച കരുത്തു ചോർത്തുന്നതാണോ കേസിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്? തിരശ്ശീലയിലെ ആണത്ത പ്രഘോഷണങ്ങളുടെ അന്ത്യം കുറിക്കുമോ ഈ തിരിച്ചറിവും തിരിച്ചുവരവും? സ്ത്രീവിരുദ്ധതയുടെ ആഘോഷങ്ങൾക്ക് ഇനി എൻ്റെ സിനിമയിൽ സ്ഥാനമില്ലെന്ന പൃഥ്വിരാജിൻ്റെ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ മറ്റു സിനിമാക്കാർക്ക് ധൈര്യമുണ്ടാകുമോ? മുഖ്യമന്ത്രി ഫുൾ സ്റ്റോപ്പ് ഇട്ട കേസിൽ അന്വേഷിക്കാൻ അവശേഷിച്ചൊന്നുമില്ലെങ്കിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച നടിയെ പോലീസ് തടയുന്നത് എന്തിനാണ്? ചർച്ചയിൽ സാഹിത്യകാരി ശ്രീമതി സാറ ജോസഫ്, ശ്രീമതി തനുജ ഭട്ടതിരി, നടിയും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മാധ്യമപ്രവർത്തകൻ പ്രേംചന്ദ് എന്നിവരാണ് പങ്കെടുക്കുന്നത്.